നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രത്യേകിച്ചും +1 +2 സേ 2026 എഴുതുന്ന കുട്ടികൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം വേറൊന്നുമല്ല, സിലബസിലുണ്ടാകുന്ന മാറ്റങ്ങൾ, സിലബസിൻ്റെ പാറ്റേണിലുണ്ടാകുന്ന മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ പാരയാകുന്നുണ്ട്. പ്രത്യേകിച്ചും സേ എഴുതുന്ന കുട്ടികൾക്ക്, യഥാർത്ഥത്തിൽ റെഗുലറായിട്ടുള്ള കുട്ടികൾക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ട് വരികയാണ്. പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളെല്ലാം, അത് ഇന്ന സബ്ജക്റ്റ് എന്നില്ല, ചിലപ്പോൾ ഇംഗ്ലീഷ് ആയാലും, ഇംഗ്ലീഷിനെ മോശമായിട്ട് എഴുതുമല്ല, ഇംഗ്ലീഷ് പോലും ടഫായിക്കൊണ്ടിരിക്കുകയാണ്, മാർക്കുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങൾ ഓരോ വർഷം കഴിയുമ്പോഴും പരാജയത്തിൻ്റെ തോത് വളരെയധികം വർദ്ധിക്കുകയാണ്. 1.25 ലക്ഷം പേര് ഒരു വട്ടം, ഒരു 3 കൊല്ലം മുമ്പ് 20,000, അല്ലെങ്കിൽ 4 കൊല്ലം മുമ്പ് 20,000, 25,000, 30,000 പേര് നിന്ന് 60,000 80,000 1.25 ലക്ഷം പേര് തോൽക്കുന്ന രീതിയായി കഴിഞ്ഞ വർഷം. അത്രയും പേര് തോൽക്കുന്നു എന്ന് പറയുമ്പോൾ അത്രയും സീരിയസ് ആയിട്ട് എടുക്കണം. നിങ്ങൾ 2-3 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ നാളെ 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 എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടി വെച്ചിട്ട് പ്രത്യേകിച്ചും സേ പഠിക്കുന്ന കുട്ടികൾ, കാരണം നമുക്ക് ഇനിയും ഒരു ചാൻസ് കളയില്ല. 2026 എഴുതിയെടുക്കുക. മാർച്ച് 2-ാം തീയതി പരീക്ഷയാണ്. അത് +1 ആയാലും +2 എത്ര സബ്ജക്റ്റ് ഉണ്ടെങ്കിലും ലാസ്റ്റ് നിമിഷത്തെ പഠിത്തം നിങ്ങളെ 100% പരാജയപ്പെടുത്തും. വീണ്ടും അന്നേരം ലാസ്റ്റ് നിമിഷത്തേക്ക് പഠിക്കാൻ നിൽക്കരുത്, നേരത്തെ പഠിക്കാൻ തുടങ്ങാം. ഒരു ദിവസം ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ പഠിക്കുക. ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ ബാച്ചിലെല്ലാം അതിനുള്ള ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ 2, സിമ്പിളായിട്ടുള്ള നോട്ട്സും സെലക്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസും മാത്രം പഠിക്കുക. ചുമ്മാ കാർഡടച്ച് പഠിച്ചിട്ട് യാതൊരു കാര്യവും ഒരു കുട്ടികൾക്കും കിട്ടുന്നില്ല. സെലക്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഇപ്പോഴത്തെ പാറ്റേൺ അനുസരിച്ച്, അത് അണ്ടർലൈൻ ചെയ്ത് പറയുന്ന പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ സിമ്പിളായിട്ടുള്ള നോട്ട്സ്, അത് കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, അത് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുക. പിന്നെ കൃത്യമായും ഈ പറഞ്ഞ പോലെ പഠിച്ച് പോവുക. മാക്സിമം ഒരു ഡിസംബറൊക്കെ ആകുമ്പോൾ പോർഷൻ തീർന്നതിന് ശേഷം ഒരു 3 മാസം നമുക്ക് കൃത്യമായിട്ടും ആ 3 മാസം പിന്നെ റിവിഷൻ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതെല്ലാം ചെയ്തൊന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും, ഞാൻ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നമ്മുടെയൊക്കെ ഓൺലൈനിൽ ഒരു 99% പേര് വിജയിക്കുന്നുണ്ടെങ്കിൽ, 100% പറയുന്നില്ല, 99% പേര് വിജയിക്കുന്നുണ്ടെങ്കിൽ അത് അധ്യാപകരുടെ മാത്രം കഴിവല്ല, പൂർണ്ണമായും കുട്ടികളുടെ കഴിവാണ്. കാരണം അതിനനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേണും കാര്യങ്ങളും എല്ലാം മാറ്റി എല്ലാം ചെയ്യിപ്പിച്ച് റെഡിയാക്കി എഫക്റ്റീവായിട്ട് എടുക്കുന്നതുകൊണ്ടാണ്. അന്നേരം എല്ലാ രീതിയിലും നിങ്ങൾ പഠിച്ചോണം. പഠിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓരോ വർഷങ്ങളിൽ വരുന്ന മാറ്റം, ഇപ്പം അടുത്ത വർഷത്തെ കൺഫേം ചെയ്ത് കഴിഞ്ഞു, സിലബസ് മാറുകയാണ്. 2026 സിലബസ് ഹയർ സെക്കൻഡറി മാറുമെന്നുള്ളത് കൺഫേം ആയി. ഇനിയും മാറുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇല്ല, കൺഫേം ചെയ്ത് ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പ് കൺഫേം ചെയ്ത് കഴിഞ്ഞു. അന്നേരം സിലബസ് മാറുമ്പം പിന്നീട് അതിനേക്കാട്ടി വലിയ പ്രശ്നം. അന്നേരം ഇതൊരു ലാസ്റ്റ് ചാൻസ് ആയിട്ട് എടുക്കുക. ഒരിക്കലും ഒരു മടി വിചാരിക്കരുത്. മടി വലിയൊരു പരാജയത്തിന് കാരണമാകും. കാരണം എല്ലാവരും വിജയിക്കട്ടെ. നമ്മുടെ പുത്തൻ ബാച്ചസ് ഇപ്പം നാളെ ശനിയാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യും. ശനി, തിങ്കൾ, ബുധൻ, വെള്ളി ഈ 4 ദിവസങ്ങളിൽ പുത്തൻ ബാച്ചസ് ഉണ്ട്. നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്ന് കൃത്യമായിട്ടും മെസ്സേജിലിട്ടേക്കുക, വാട്സപ്പിലിട്ടേക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും, ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ആദ്യം മുതലുള്ള എല്ലാ ക്ലാസ്സുകളും, അതല്ലാതെ ഇപ്പം തുടങ്ങുന്ന പോലല്ല, ആദ്യം മുതലുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. നല്ല രീതിയിൽ പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.